ഇത് ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ തേടിയുള്ള ട്രിപ്പാണ്. ഞങ്ങൾ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടുള്ള ട്രിപ്പാണ്. എന്താ അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ട്രിപ്പാണ്. ഈ ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ എൻ്റെയും പ്രത്യേകിച്ചിൻ്റെയും ഞങ്ങളുടെ ഭാര്യമാരും കൂടിയിട്ടുള്ളൊരു ട്രിപ്പ്. അതുപോലെ ഈ ഒരു ട്രിപ്പിൻ്റെ കാര്യം പറയുമ്പോഴേ ഞങ്ങൾ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ളത് ഈ ഒരു ഡെസ്റ്റിനേഷനല്ലായിരുന്നു. ഈ ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾ പോകുന്നത് ഗൂഡല്ലൂർ പോകുന്നുണ്ട്, അതുപോലെ മുതുമലൈ ടൈഗർ റിസർവ് പോകുന്നുണ്ട്. അവിടെ കുറച്ച് മൃഗങ്ങളൊക്കെ ഒന്ന് കാണണം. അതിനുശേഷം ഊട്ടി വഴി കോടനാടേക്ക് പോകണം. കോടനാടാണ് നമ്മുടെ സ്റ്റേ. ഈ ഡെസ്റ്റിനേഷനെക്കാട്ട് കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും പ്രത്യേകിച്ചും 1ാം ക്ലാസ്സോ അതിന് മുന്നോ തൊട്ട് ഒരുമിച്ച് പഠിക്കുന്നവരാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് കഥകളുണ്ട് പറയാൻ. കളിയാക്കലുകളും വായനോട്ടങ്ങളും അങ്ങനെ കിടക്കുന്നു, ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നു എന്ന് പറയില്ലേ, അതുപോലെ. അപ്പോൾ ഞങ്ങൾ ഭാര്യമാർക്ക് നന്നായി കേട്ടിരിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ടും ആ ട്രിപ്പിൽ ഇതൊക്കെ ഒരു ഏറ്റവും അടിപൊളി കാര്യങ്ങളായിരുന്നു. ഞങ്ങളുടെ ഈ ട്രിപ്പ് 2 ദിവസത്തേക്കായിരുന്നു. ഈ ഒരു ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഒരു നല്ലൊരു തമാശ പടം കണ്ടിറങ്ങില്ലേ, അതുപോലെ ഫീലായിരുന്നു. നിങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടൊപ്പം ഇതുപോലൊരു യാത്ര പോവുക, അത് നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു പരിപാടിയായിരിക്കും. പിന്നെ ഓൺ ദ വേയിലാണ് നമ്മൾ സ്റ്റേ ബുക്ക് ചെയ്തത്. അപ്പോൾ സ്റ്റേനെ കുറിച്ച് പ്രത്യേകിച്ച് ധാരണയൊന്നുമില്ല. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് കാര്യം പിടികിട്ടിയത്. ഒരു കിടിലൻ പരിപാടിയായിരുന്നു ആ സ്റ്റേ. നല്ല ടീ പ്ലാന്റേഷന് നടുവിൽ അത്രയും കാമായിട്ട് നല്ല ആംബിയൻസ് ഉള്ള സ്ഥലം. അതൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഈ തേയിലത്തോട്ടത്തിൽ കൂടെ ഒക്കെ നടന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി 4 ഫോട്ടോ ഒക്കെ എടുത്ത് അടിപൊളിയായിട്ട് അവിടെ നിന്ന് പോരാം. അങ്ങനെ കാലത്തന്നെ എണീറ്റ് കോടനാട് വ്യൂ പോയിന്റ് കാണാനുള്ള പരിപാടിയാണ്. കോടനാട് വ്യൂ പോയിന്റിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അടിപൊളി പരിപാടി ഒന്ന് കാണാമല്ലോ. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ 4 ആളും കോടനാട് വ്യൂ പോയിന്റ് കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നല്ല സുഹൃത്തുക്കളോടൊപ്പം നല്ല യാത്രകൾ ചെയ്യുക, നല്ല നല്ല ഓർമ്മകൾ ഉണ്ടാക്കുക, ജീവിതം കളറായിട്ട് ജീവിക്കുക. അപ്പോൾ ശരി, എല്ലാം പറഞ്ഞ പോലെ.